കേസില്ല വക്കീലിനൊരു പുകമറലോ പോയി, നാട്ടാരെ കുഴിയിലിറക്കാനുള്ളൊരുലോ പോയി, കക്ഷികളെ വളച്ചൊടിക്കാൻ ഉതകുമല്ലോ പോയി, വക്കീലിൻ ജീവിതമേ ഒരറിയിടലോ പോയി, ലോ പോയി, ലോ പോയി, ലോ പോയി. ഓർഡർ, ഓർഡർ. ഏത് നോവലാ വായിക്കുന്നത്? മകളെ മാപ്പ് തരൂ. നല്ലാക്ഷി ഇതൊക്കെ വായിക്കോ? പിന്നെ ഓരോ ലക്കവും മുടങ്ങാതെ വായിക്കുന്നുണ്ട്. സാവിത്രിയുടെ കമല എനിക്കിഷ്ടം. അതിന്റെ നായകനും നായിക ആത്മഹത്യ ചെയ്യാതെ നാട് വിട്ടുപോയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പ്രേമിക്കാനായിരുന്നെങ്കിൽ ഇന്നാട്ടിൽ സ്ഥലമില്ലേ? എന്തോ പ്രേമിക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. പ്രേമിക്കുമ്പോ സ്വർഗലോകത്തായിരിക്കും, പിന്നെ അത് കഴിയുമ്പോ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് തോന്നും. നല്ലാക്ഷൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്കതല്ലായിരുന്നോ ജോലി? ഒരു ദിവസം 2 എണ്ണത്തിനെങ്കിലും പ്രേമിച്ച് കിടക്കും. ചുമ്മാ സത്യം. അവനോടത്ത് സുന്ദരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ആരും എന്റെ മനസ്സിലില്ല കേട്ടോ. നമ്മുടെ കുറുപ്പ് വക്കീല് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതിനാ മൊട്ടത്തലേനെ ആര് സ്നേഹിക്കാൻ? അത് മറിക്കും. എനിക്കിഷ്ടം. കുറുപ്പ് വക്കീലിന് ഇവിടെ ആരും സ്നേഹിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അദ്ദേഹം ഇവിടെ ചിലർ സ്നേഹിക്കുന്നുണ്ട്. അതെങ്ങനെ മണിയാ? എന്റെ ഇഷ്ടത്തെ നശിപ്പിക്കാനല്ലേ താല്പര്യ കക്ഷികൾ ശ്രമിക്കുന്നത്? വേലി തന്നെയാണ് വിളവ് തിന്നുന്നതെന്ന് ഇപ്പൊ മനസ്സിലാക്കിയോ മണിയാ? അതിനിവിടെ ഇവിടെ വേലിയിരിക്കുന്നത് 4 ചുറ്റും മതിലല്ലേ? നിന്റെ അടവും പിത്തലാട്ടവും ഒക്കെ എനിക്കറിഞ്ഞൂടെ എടേ നളി. ഒന്നുമില്ലെങ്കിലും നിനക്കൊരു പെണ്ണ് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. നീ അതിനെ കെട്ടി സുഖമായിട്ട് ജീവിക്ക്. നോക്കാം, ഈ ഏരിയ നമുക്ക് വിട്ടേരെ. നല്ലാക്ഷന് കണ്ട പെണ്ണിനെ വക്കീല് തന്നെ കുത്തിക്കോ, ഈ നെഞ്ചിലോട്ട് തന്നെ കുത്തിക്കോ. എന്റെ കാഞ്ചിയെ വിട്ട് ഞാൻ വേറെ ആരെയും കിട്ടൂല. ഈ നളിനാക്ഷനും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നമുക്ക് അത്രയാണ് അറിയേണ്ടത്. ഓ, അപ്പൊ അതാ കാര്യം. നമ്മൾ സംസാരിക്കുന്നത് കേട്ട്. ചുമ്മാതല്ല കേസില്ല വക്കീലായി ഇവിടെ ഇരിക്കുന്നത്. പിന്നെ വിശ്വാസം വേണം. കൂടെ ജോലി ചെയ്യുന്നവരെ വിശ്വാസം ഇല്ലാത്തവർക്ക് ഒരിക്കലും ഉയർച്ച കാണില്ല.